ഉപ്പ് പോകുന്നുണ്ട്. നമ്മളെ പുഴമീൻ എങ്ങനെയാണ് നന്നാക്കൽ? ഇത് സൈസ് ഒരു കൊഴുപ്പാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഈ വെണ്ണൂറ് വെച്ചിട്ടാണ് പുഴമീൻ നന്നാക്കൽ. പുഴമീൻ എന്ന് പറയും, നീറിയെന്ന് പറയും. നല്ല അടിപൊളി സൈസ് മീനുകളാണ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലം വന്നിട്ട് പത്തനംതിട്ടയാണ്, പന്തളത്തിൻ്റെ അടുത്തുള്ളൊരു നാട്ടുകാർ വിരുന്ന് വന്നതാണ്. ശേഖരിക്കൽ അവിടുത്തെ ഒരു വാപ്പ ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചു വന്നതാണ്. ഓരോ സൈസ് കണ്ടില്ലേ, ഏകദേശം 1 കിലോന് അടുത്തുണ്ടാവും. 1 കിലോനും നല്ല. പിന്നെ എത്ര ഇത് 2 കിലോ ഉണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. ഇത് നന്നാക്കണം, മുമ്പ് നന്നാക്കണം. ഇപ്പം നമ്മൾ വെണ്ണൂറൊക്കെ ഇട്ട് ക്ലീനാക്കി അതിൻ്റെ ഉള്ളൊക്കെ പുതിയ മീനിട്ട്. ഇന്ന് രാവിലെ കൊടുക്കുന്ന മീനാണത്. ഇന്നലെ രാത്രി ഒരു വല ഇട്ടു, ഇന്ന് രാവിലെ പോയി പിടിച്ചു കൊടുക്കും. കിട്ടിയ മീനാണ്. ശരിക്ക് വേറീന് ക്ലീൻ ചെയ്യണതാണ് കേട്ടോ. വെണ്ണൂറൊക്കെ ചെളുക്കത കളയണം. അതങ്ങനെ നിങ്ങളാക്കുമ്പോൾ അതങ്ങനെ അമ്മായി അതങ്ങനെ കഴിച്ച് പോകത്തില്ല. അതെവിടെ വെച്ചാൽ ഞാൻ എടുത്തു തരാം. നമ്മളെ പുഴമീൻ നന്നാക്കൽ ഇങ്ങനെ കേട്ടോ. ഇതിങ്ങനെ പിടിക്കണം നല്ല വൃത്തിയായിട്ട്, കൈ തട്ടാതെ. ഒരുപാട് ചെറുപ്പുണ്ടാവും, പക്ഷെ സാധനം നല്ല ടേസ്റ്റാണ്. ചില ആൾക്കാർക്ക് പറ്റൂല, പക്ഷെ നമുക്കിത് പറ്റും. നല്ല ക്ലീൻ ചെയ്താൽ ഉഷാറായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പുഴമീൻ ക്ലീൻ ചെയ്ത്. നമുക്കിന്ന് ഒരുപാട് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെണ്ണൂരും 2 കത്തി ഉണ്ടായാൽ ഉഷാറാക്കി ക്ലീൻ ആക്കി വെക്കാം. അമർത്തി ക്ലീൻ ചെയ്ത ശേഷം ഉപ്പും ചാരും ഉപ്പും വെണ്ണൂറും ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ ബക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ഇതുപോലെ കുഴക്കല്ല, നല്ലപോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് ഇത് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ അഴുക്ക് പോകുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് കഴുകാം. എന്നിട്ട് മുറിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മുകളിലുള്ള കൊഴുപ്പ് പുഴമീനൊക്കെ കുഴപ്പമായിരിക്കും.